സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് വെക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ്. 2025 ഡിസംബർ വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ള വ്യക്തികൾക്ക് ഒരുപോലെ തന്നെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനും സാധിക്കുന്നത്. സ്വന്തമായി വീടില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിച്ചിട്ടുണ്ട്. വരുമാനം, സാമൂഹിക വിഭാഗം, ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. നഗരമേഖലയിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളതും ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി വീടില്ലാത്തതുമായ കുടുംബക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ 3 ലക്ഷം രൂപയ്ക്കും 6 ലക്ഷം രൂപയ്ക്കും ഇടയിൽ വാർഷിക വരുമാനമുള്ളതും സ്വന്തമായി ഉറപ്പുള്ള വീടില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഇടത്തരം വരുമാന വിഭാഗമായ 6 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളതും സ്വന്തമായി പക്ക വീടില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഗ്രാമീണ മേഖലയിൽ ആണെങ്കിൽ സാമൂഹിക, സാമ്പത്തിക കൂടാതെ ജാതി സെൻസസ് ഡാറ്റയിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള കുടുംബങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. വീടില്ലാത്ത കുടുംബങ്ങൾ അല്ലെങ്കിൽ 1-2 മുറികൾ മാത്രമുള്ള ശരിയായ അടിത്തറയില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്ഥിരതയും ഉറപ്പുമുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. സ്വന്തമായി മോട്ടോർ വാഹനമുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. 50,000 രൂപയോ അതിൽ കൂടുതലോ ക്രെഡിറ്റ് പരിധിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. കുടുംബത്തിൽ സർക്കാർ ജീവനക്കാർ ഉണ്ടെങ്കിലും ആദായ നികുതിയോ തൊഴിൽ നികുതിയോ അടയ്ക്കുന്നവർക്കും 2.5 ഏക്കറോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമിയുള്ളവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് PMAY 2.0 ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അർഹരായ എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. പദ്ധതിയെക്കുറിച്ച് കൂടുതലും കൃത്യവുമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ പദ്ധതിയുടെ ഭാഗമാകാവൂ.